ദൈവവചനത്തിൻ്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുന്നത് തിരുനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനും അടിയങ്ങളുടെ ആത്മീയ വർധനവിനും കാരണമാക്കണം. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തണമേ. ഹല്ലേലൂയ. വാസ്തവമായിട്ട് പുതുനിയമത്തിൻ്റെ ശുശ്രൂഷയിൽ പുതുനിയമത്തിൻ്റെ കാഴ്ചപ്പാട് അടിയങ്ങൾക്ക് ലഭിപ്പാൻ ദൈവവചന ശുശ്രൂഷ അടിയങ്ങൾക്ക് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിക്കാം. കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ളതാകുന്ന വേദഭാഗം നമുക്ക് വായിക്കാം. കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ളതാകുന്ന വേദഭാഗം. ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോകുന്നുവെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. മതിയാവും. ഒരിക്കലൊരു പ്രസംഗകൻ, ഒരു പാസ്റ്റർ, വരുന്ന ആഴ്ചയിൽ താൻ ശുശ്രൂഷിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നേരത്തെ തന്നെ സഭയിൽ അനൗൺസ് ചെയ്തു. അടുത്ത ആഴ്ചയിൽ സത്യം പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് ശരിയായി മനസ്സിലാകേണ്ടതിന് മർക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം വായിച്ചിട്ട് എല്ലാവരും വരണമെന്ന് പറഞ്ഞു. അടുത്ത സൺഡേയിൽ പതിവ് പോലെ പ്രസംഗം തുടങ്ങി. എത്ര പേര് കഴിഞ്ഞ ആഴ്ചയിൽ മർക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം വായിച്ചിട്ട് വന്നു എന്ന് താൻ ചോദിച്ചു. 80% പേരും കൈ ഉയർത്തി. അദ്ദേഹം തുടർന്നു, ഇനിയും സത്യം പറയുന്നതിനെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വേദഭാഗം ഒന്ന് വായിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. എത്ര പേര് വായിച്ചു എന്നത് കൈപൊക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നതാകുന്ന തിരുവചന ഭാഗം വളരെ ശ്രദ്ധയോടെ നമുക്ക് അല്പനിമിഷങ്ങൾ ധ്യാനിക്കാം. അതിൻ്റെ 3 മുതൽ 17 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് ഞാൻ പറയുകയുണ്ടായി. ദൈവസഭ എന്തെന്നും ദൈവസഭയിലെ ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും ആരെന്നും എന്തെന്നും കൊരിന്തിലുള്ള വിശുദ്ധന്മാരോട് പറഞ്ഞു. ദൈവസഭയിലെ ശുശ്രൂഷകന്മാരെ എങ്ങനെയാണ് കരുതേണ്ടത്? അവർ ദാസന്മാരാണെന്നും അവർ സഭയുടെ യജമാനന്മാരല്ലെന്നും ആ ആശയം അല്ലെങ്കിൽ ആ സന്ദേശം അവർക്ക് നൽകുന്ന വേദഭാഗം പൗലോസ് എഴുതി. അതിൻ്റെ ശേഷം ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞു. വിവിധ ശുശ്രൂഷകൾ, നടുക, നനയ്ക്കുക. എന്നാൽ ശുശ്രൂഷകൾ എന്ത് ചെയ്താലും വളരുമാറാക്കുന്നവൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ കക്ഷികളും ശുശ്രൂഷകരുടെ പേരിലുള്ളതാകുന്ന ഗ്രൂപ്പുകളും ഇലക്ഷൻ പാനലുകളും ദൈവവചന വിരുദ്ധവും അധാർമികവുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാൽ വ്യക്തമാക്കുന്നു. അത് ജാതീയവും പൈശാചികവുമാണ്, ദൈവീകമല്ലേ അല്ല. അത് വളരെ മനസ്സിലാക്കണം. ആകട്ടെ, ആ വിഷയത്തിലല്ല ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ദൈവസഭയെ ഒരു തോട്ടമായും ശുശ്രൂഷകന്മാരെ വേലക്കാരായിട്ടും ജോലിക്കാരായിട്ടും ചിത്രീകരിച്ചു. ജോലിക്കാരുടെ എല്ലാ ലക്ഷ്യം ഹാർവെസ്റ്റാണ്. വളരുമാറാക്കുന്നത് ദൈവമാണ്, ഫലം തരുന്നത് ദൈവമാണ്. അതിനുശേഷം ദൈവസഭ ഒരു കെട്ടിടമെന്ന നിലയിൽ വിശദീകരിച്ചു. ഏറ്റവും അവസാനം 17-18 വാക്യങ്ങളിൽ ദൈവസഭ, ലോക്കൽ സഭ, കൊരിന്തിലെ ദൈവസഭ, കൊരിന്ത്യരെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് അറിയുന്നില്ലയോ? ആകയാൽ ദൈവസഭയുടെ പണിക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന
ക്രൂശിന്റെ വചനമൊഴികെ മറ്റെന്തുപയോഗിച്ച് പണിതാലും അത് നശിപ്പിക്കലാണെന്നും അങ്ങനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുമുള്ളതാകുന്ന മുന്നറിയിപ്പും കൊടുത്തു. ദൈവവചനമൊഴികെ മറ്റൊന്നും ദൈവസഭയ്ക്ക് പണിക്ക് ആധാരമായിരിക്കുന്നില്ല എന്ന് ദൈവ ആത്മാവ് വളരെ വ്യക്തമാക്കി. സൈക്കോളജിയോ ഫിലോസഫിയോ തത്വജ്ഞാനമോ ഇതൊന്നും തന്നെ ദൈവസഭയുടെ പൊതുവായ പണിയോ വ്യക്തിപരമാകുന്ന ജീവിതത്തിൻ്റെ ആത്മിക വർധനവിനോ ഉതകുന്നില്ല എന്ന് വളരെ വ്യക്തമാകുന്ന ഭാഷയിൽ വെളിപ്പെടുത്തി. ഈ 3 ഉപമകളിൽ കൂടെ, 3 സാദൃശ്യങ്ങളിൽ കൂടെ ദൈവസഭ തോട്ടമാകുന്നു, ദൈവസഭ കെട്ടിടമാകുന്നു, ദൈവസഭ മന്ദിരമാകുന്നു. അതിൻ്റെ ശേഷം അല്ല, അതിൻ്റെ ഇടയ്ക്ക് ആ പറയുന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ പശ്ചാത്തലം ഇതാണ്, അതിൻ്റെ വ്യക്തമാകുന്ന വിശദീകരണവും വ്യാഖ്യാനവും ഇതാണ്. എന്നാൽ ഈ വേദഭാഗം, ലെറ്റ് മീ നാരോ ഇറ്റ് ഡൗൺ ടു അവർ പേഴ്സണൽ ലൈഫ്സ്, നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലേക്ക് അതിനെ ഒന്ന് നാരോ ഡൗൺ ചെയ്ത് നമ്മോടുള്ളതാകുന്ന ബന്ധത്തിൽ ആ തിരുവചന ഭാഗത്തിൻ്റെ പ്രസക്തി എന്തെന്ന് തുടർന്ന് ചിന്തിപ്പാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നിത്യതയിൽ നിലനിൽക്കുന്നതെന്താ? വാട്ട് റിയലി ലാസ്റ്റ് ഇൻ എറ്റേണിറ്റി? നിത്യതയിൽ നിലനിൽക്കുന്നതെന്താണ്? ആ വിഷയമാണ് തുടർന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. നിത്യത എന്നുള്ളത് ആ ദിവസം തീയോടെ മനുഷ്യന്റെ സകല പ്രവൃത്തികളും വെളിപ്പെടുത്തുമെന്ന്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. കൊച്ചു കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കും, നാച്ചുറല്ല. നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്ന അത് ഇങ്ങോട്ട് നോക്ക്. നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കൂടുതൽ എൻകറേജ്മെൻ്റ് ആകും. നമ്മൾ അവരെ കളിപ്പിക്കുകയും അവരെ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യാതെ അല്പം ശബ്ദമൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇഗ്നോർ ഇറ്റ്. ഇങ്ങോട്ട് നോക്ക്. പിന്നെ ഒത്തിരി അങ്ങാകുമ്പോൾ, ഒത്തിരി ഡിസ്ട്രാക്ഷൻ ആകുമ്പോൾ ഒന്ന് അടക്കി വെക്കുകയോ അല്ലെങ്കിൽ പുറത്തോട്ടൊന്ന് പോകുന്നതിലോ തെറ്റുമില്ല. കാരണം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാതെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ തുടരും. കാരണം ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും നമ്മൾ പൊതുവെ കേൾക്കാറില്ല. ഇത് പറയാൻ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്, അതുകൊണ്ട് ഇത് കേൾപ്പിക്കാതിരിക്കാൻ പിശാച് സകല തന്ത്രവും ഉപയോഗിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരാം. ആ ദിവസം തീയോടെ അതിനെ വെളിപ്പെടുത്തും. The works of men will be exposed by fire. തീയോടെ അതിനെ വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം ദൈവവചനം കൊണ്ട് തന്നെയാണ് വ്യാഖ്യാനിക്കാൻ ഏറ്റവും എളുപ്പം. തീയോടെ അതിനെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു നിമിഷം ഒരു പഴയ നിയമഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. യെരമ്യാവിൻ്റെ പുസ്തകം 20-ാം അധ്യായം 8-9 വാക്യങ്ങളും 23-ാം അധ്യായം 29-ാം വാക്യവും. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 20 വേഴ്സ് 8 and 9, ചാപ്റ്റർ 23 വേഴ്സ് 29. ഈ 2 വേദഭാഗവും ഒന്ന് ഉറക്കെ വായിച്ചേ. യെസ്. യഹോവയുടെ വചനം എനിക്ക് നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. റൈറ്റ് ഫ്രം ദ ഡേയ്സ് ഓഫ് ജെറമായ ഇറ്റ് ഹാസ് ബീൻ ലൈക്ക് ദാറ്റ്, ഈവൻ ടുഡേ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അന്ന് തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ. വായിച്ചു. യെസ്. നോക്കുക, യഹോവയുടെ വചനം ഓർക്കുകയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. കാരണം എന്നാ? കാരണം എന്തുവാ? അഗ്നി കത്തുക, എൻ്റെ അസ്ഥികളിൽ അത് കത്തുകയെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ദാറ്റ് വാസ് the dilemma of Jeremiah the prophet.
യെരമ്യാ പ്രവാചകന്റെ ആ വലിയ വിഷമസന്ധി അതായിരുന്നു. ആകട്ടെ 23-ാം അധ്യായം 29-ാം വാക്യം, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. അപ്പൊ ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവവചനത്തിന് സാദൃശ്യമായിട്ടാണ് തീയെ ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീ കൊണ്ട് ആ ദിവസം പ്രവൃത്തികളെ ശോധന ചെയ്യുമെന്നും ആ ദിവസം അതിനെ വെളിവാക്കുമെന്നും പറഞ്ഞാൽ, ന്യായവിധി ദിവസത്തിൽ ആ നിത്യതയുടെ പ്രവേശന കവാടത്തിങ്കൽ, സോ ടു സ്പീക്ക്, ബേമാ സിംഹാസനത്തിന് മുൻപാകെ തീ കൊണ്ട് മനുഷ്യനെ ശോധന ചെയ്യും. തീ കൊണ്ട് മനുഷ്യനെ ശോധന ചെയ്യുമ്പോൾ എന്താണ് ശോധന ചെയ്യപ്പെടുന്നത്? ഈ കൊരിന്ത്യ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ മനുഷ്യന്റെ പ്രവൃത്തികൾ മുഴുവൻ ശോധന ചെയ്യപ്പെടും. ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതു എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ദിവസം അതിനെ തീ കൊണ്ട് വെളിവാക്കും, അന്നേ തിരിച്ചറിയത്തുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചു എന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് നല്ല മെറ്റീരിയൽ, നല്ല വസ്തു ഉപയോഗിച്ച് തീയുടെ ശോധനയിൽ നിലനിൽക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് പണിയാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമാകുന്ന വസ്തുത. ആ ദിവസം എൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് ആവലാതിയോടുകൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിർണയിക്കാം എനിക്ക് എങ്ങനെയാ പണിയാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, യെരമ്യാവിന്റെ പ്രവചനം 23-ാം അധ്യായം മുഴുവൻ വായിക്കണം. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീ എന്താണെന്നും അതുപോലെ വൈക്കോൽ എന്താണെന്നും ഒക്കെ ആ മുകളിലത്തെ വാക്യവും താഴത്തെ വാക്യവും ഒക്കെ വായിച്ചാൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പം അതിന് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ദയവായി ശ്രദ്ധിക്കുക. ആ ദിവസം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നിർണയിക്കാൻ കഴിയും എനിക്കെങ്ങനെ പണിയാൻ കഴിയും. നിത്യതയിൽ നിലനിൽക്കുന്നത് എന്താ? അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നിത്യതയിൽ നിലനിൽക്കുന്ന പണിക്ക് നമ്മളെ സഹായിക്കുന്ന മാർഗരേഖ. ദൈവവചനപ്രകാരമുള്ള ജീവിതവും ദൈവവചനപ്രകാരമുള്ള പണിയും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു തൻ്റെ രക്തത്താൽ എൻഡോഴ്സ് ചെയ്ത പുതു നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മെ ദൈവം ശോധന ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റൂൾ ബുക്ക് എന്ന് പറയുന്നത് പുതിയ നിയമമാണ്. അപ്പൊ ചോദിക്കും, പഴയ നിയമം വേണ്ടായോ? വേണം. പഴയ നിയമം നിഴല് മാത്രം. പഴയ ഉടമ്പടി നിഴല, പുതിയ നിയമം ആ പൊരുള്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വന്ന നമ്മൾ ന്യൂ കവനന്റിന്റെ, പുതിയ ഉടമ്പടിക്ക് കീഴിൽ വന്ന നമ്മുടെ ജീവിതക്രമം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം. പഴയ നിയമം ബുദ്ധി ഉപദേശത്തിനായിട്ടും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതിനായിട്ടും നിഴലായിട്ടും നിൽക്കുന്നു. പൊരുളും നിവൃത്തിയും പുതിയ നിയമമാണ്. അതാ നമ്മുടെ റൂൾ ബുക്ക്. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ സത്യവേദപുസ്തകമാണ് നമ്മുടെ അടിസ്ഥാനം. പക്ഷെങ്കിൽ യേശു തൻ്റെ തിരുരക്തത്താൽ, പഴയ നിയമം എൻഡോഴ്സ് ചെയ്തത് ആടുകളുടെയും
കോലാട്ടുകൊറ്റന്മാരുടെയും രക്തത്താലെങ്കിൽ അതിന് നീക്കം വരികയില്ലെങ്കിൽ, ദൂതൻ മുഖാന്തരം അരുളി ചെയ്തതിന്, ശ്രദ്ധിച്ച ഇവിടെ, ദൂതൻ മുഖാന്തരം അരുളി ചെയ്തതിന് നീക്കം വരികയില്ലെങ്കിൽ ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും സാക്ഷി നിന്നവർ നമുക്ക് കേട്ടവർ ഉറപ്പിച്ചു തന്നതും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് തന്നതുമാകുന്ന ഇത്ര വലിയ രക്ഷ പുതിയ നിയമം. അപ്പൊ ഈ പുതിയ നിയമമാണ് നമ്മെ അളക്കുന്ന അളവുകൾ. ദൈവവചനം മുഴുവൻ നമുക്ക് ആപ്ലിക്കബിളാ. നിഴലെന്ന നിലയിൽ പഴയ നിയമവും, എന്നാൽ യാഥാർത്ഥ്യം എന്ന നിലയിൽ പുതിയ നിയമവും. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് പറയാം. എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ എൻ്റെ കൈവശമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ഫോട്ടോ കാണിച്ചേച്ച് ഇതാ എൻ്റെ വൈഫെന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ വൈഫ് ഇവിടെ ഇരിക്കുമ്പോൾ ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതിലും എളുപ്പം യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നതാ എളുപ്പം. പക്ഷെ ഇന്ന് പലരുടെയും പ്രശ്നം എന്നാണെന്നറിയോ? ഫോട്ടോ കാണിച്ച് പ്രസംഗിക്കുക. ഫോട്ടോ കാണിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, അതിനകത്ത് നമ്മളെ കൊണ്ട് ചെന്നാക്കുകയും ചെയ്യുക. ഇതല്ല യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പുതു നിയമത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. We are under the new covenant. ഈ ന്യൂ കവനന്റ് നമ്മുടെ ഹൃദയത്തിൽ എഴുതുകയാ ചെയ്തത്, ദൈവം എഴുതുകയാ ചെയ്തത്. പഴയ നിയമം ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇനിയും അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇത്, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ എഴുതും. ഉള്ളിലാണ് ന്യായപ്രമാണം, മറ്റേത് പുറമേ ആയിരുന്നു. അതുകൊണ്ട് പണ്ട് പുറമേ പരിശുദ്ധാത്മാവ് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വീരകൃത്യം ചെയ്തെങ്കിലും തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറമേ അല്ല, അകത്തു വന്നതുകൊണ്ട് എന്നെ നിയന്ത്രിപ്പാൻ ഞാൻ അനുവദിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നെ നീതിപാതകളിൽ ക്രിസ്തുവിങ്കലേക്ക് നടത്താൻ കഴിയും. അതാ പുതുനിയമത്തിന്റെ ശ്രേഷ്ഠത. മറിയയോട് അതല്ലേ പറയുന്നത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എന്തിനാ ശക്തി നിഴലിടുന്നേ? നിഴലിടുമ്പോൾ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. മറിയ ചോദിക്കുന്നു, അയ്യോ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഇംപോസിബിൾ. അത് തന്നെയാ നമ്മളും ഒരു കാലത്ത് ചോദിച്ചേ. ഇത് ഇംപോസിബിളാ. സംസാരത്തിന് കൺട്രോൾ ഇല്ലാത്ത, ചിന്തകൾക്ക് കൺട്രോൾ ഇല്ലാത്ത, മറ്റു പലതിനും അടിമയായ എനിക്കെങ്ങനെ ഇത് സാധിക്കും? കഴിയത്തില്ല. ഉത്തരം അടുത്ത വാക്യങ്ങളിലുണ്ട്. ദൈവത്താൽ സകലവും സാധ്യം. ഇതാ പുതു നിയമത്തിന്റെ ശ്രേഷ്ഠത. എന്തിനാ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത് മറിയയിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിപ്പാനുള്ള, ജഡശരീരം ഉത്ഭവിപ്പാനുള്ള ശക്തിയാണെങ്കിൽ, ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോൾ യേശുവിന്റെ ജഡശരീരം എന്റെ ജഡശരീരത്തിൽ വെളിപ്പെടണം. അതാ പുതിയ നിയമത്തിന്റെ ശക്തി. മനസ്സിലായോ? ഇതാ വലിയ വ്യത്യാസം. പുതു നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഇത് മനസ്സിലാക്കാത്തത് നമ്മുടെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ന് പലരും 99% പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത്. നോ, കം ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ തുടരേണ്ട കാര്യമില്ല, പുതിയ നിയമത്തിലേക്ക് വാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ പുതു നിയമത്താൽ നമ്മുടെ പ്രവർത്തികളെ ദൈവം ശോധന ചെയ്യുന്ന ഒരു ദിവസം വരും. അന്ന് ഈ പുതുനിയമത്താൽ ശോധന ചെയ്യപ്പെടുമ്പോൾ ഏതൊക്കെ പ്രവൃത്തികളാണ് നിലനിൽക്കുന്നത്? എക്സോസ്റ്റീവായിട്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാൻ കഴിയും. എന്നാൽ ഞാൻ ചില സാമ്പിൾസ് മാത്രം തരികയാണ്.
നമ്മളെ മുഴുവനായി ഉൾക്കൊള്ളുന്ന ചില സാമ്പിൾസ് വളരെ വിശദമായിട്ട് പറയാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ചില സാമ്പിൾസ് മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്, ദൈവവചനമാകുന്ന തീ എന്നെ ശോധന ചെയ്യാനായിട്ട് വരുമ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ, അല്ല മനുഷ്യരുടെ മുൻപാകെ ഞാൻ ഓൾ റൈറ്റാ, ഇത്തിരി കാര്യം ചെയ്തെന്നാ എല്ലാവരും പറയുന്നേ. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യം എന്ന തീനാളം അതിനെ കയറി ഒന്ന് പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ എന്നോ കിട്ടും. ഒന്ന് വായിക്കാമോ? നോക്കുക, ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തും. പ്രവൃത്തിയല്ല കാര്യം, പ്രവൃത്തിയെ നിയന്ത്രിച്ച ഹൃദയത്തിൻ്റെ ആലോചന. അപ്പോൾ എന്താണ് ഒരു കാര്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്? ക്രിസ്തുവിനെ പിണക്കം നിമിത്തം പ്രസംഗിക്കാൻ കഴിയും. അത് കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പിണക്കം നിമിത്തം എന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയും. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ നല്ല മനസ്സോടെയും പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ പിണങ്ങിയാണോ നല്ല മനസ്സോടെയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഹൃദയത്തിൻ്റെ ആലോചന എന്തെന്നുള്ളത് നമുക്ക് തന്നെ ശോധന ചെയ്യാം. ഈ തിരുവചനം, ഈ തീനാളം നമ്മെ കയറിപ്പിടിക്കുമ്പോൾ, നമ്മെ പൂർണ്ണമായി അറിയുന്ന മനുഷ്യൻ 1% മാത്രം പുറമേ കാണുമ്പോൾ 99% അവിടുത്തെ കണ്ണിന് മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്ന ആ കണ്ണിന് മുൻപാകെ നാം ശോധന ചെയ്യപ്പെടുമ്പോൾ, നാം സഭയിൽ വന്നാൽ സഭയിലുള്ള വന്നിരിക്കുന്നതിനെ ഇച്ചിരി വിഷമിച്ച, പിന്നെ സഭയിലുള്ള ലൗകികരാകുന്ന ചില സുഹൃത്തുക്കളോട് ഇച്ചിരി നേരം ഇടപെടാനാ വരുന്നതെങ്കിലും അത് ദൈവത്തിനറിയാം. പിന്നെ തിരിച്ചു പോകുമ്പോൾ ലോകത്തിലുള്ള സുഹൃത്തുക്കൾക്കൊപ്പമാണ് നമുക്ക് നടക്കുന്നതെങ്കിൽ അതും ദൈവത്തിനറിയാം. ഞാൻ വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. പുതുനിയമത്തിൽ എന്താ സംഭവിച്ചത്? അത്യുന്നതന്റെ ശക്തി മറിയയുടെ മേൽ നിഴലിട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നൊക്കെ അവൾ അതിശയം കൂറി. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ദൈവത്താൽ സകലവും സാധ്യമെന്ന് പറഞ്ഞു. ഉടനെ അവളുടെ മറുപടി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ദൈവമേ, അവിടുത്തെ പുത്രൻ ജഡത്തിൽ വെളിപ്പെടുവാൻ എൻ്റെ ഈ ശരീരം, ശ്രദ്ധിക്കണേ, എൻ്റെ ഈ ശരീരം അങ്ങയ്ക്കാവശ്യമെങ്കിൽ ലോകക്കാരനെ കുറിച്ച് എന്ത് പറയും? ശ്രദ്ധിക്ക, ലോകക്കാരനെ കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്ക് വിഷയമല്ല. എന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്നുള്ളത് എനിക്ക് വിഷയമല്ല. എന്നെ കുറിച്ച് അപവാദം പറയുമെന്നുള്ളത് എനിക്ക് വിഷയമല്ല. എൻ്റെ ശരീരം അങ്ങയ്ക്ക് വേണമെങ്കിൽ എടുത്തുകൊള്ളുക. ഇത് തന്നെയല്ലേ പൗലോസ് പറയുന്നത്? ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമാകുന്ന യാഗമായി എന്നാ കൊടുക്കേണ്ടത്? ശരീരങ്ങളെ, നമ്മുടെ ശരീരം കർത്താവിൻ്റെതാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടും. നമ്മുടെ പ്രവൃത്തി, അതിൻ്റെ ഇൻറ്റൻഷൻ എന്തെന്ന്, അതിൻ്റെ ആലോചന എന്തെന്ന് തെളിയിക്കപ്പെടും.
ഈ തിരുവചനത്താൽ നാം ശോധന ചെയ്യുമ്പോൾ എന്ത് നിലനിൽക്കും? നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ വാക്കുകൾ. മത്തായിയുടെ സുവിശേഷം 12:36, കൊലോസിയർ 4:6 മാത്രം വായിച്ച് നമുക്ക് പോകാം. പിന്നീട് വാക്കുകളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കുക, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, ഇങ്ങനെയുള്ള വാക്യങ്ങളൊന്നും കാണാതെ, അല്ലെങ്കിൽ സാധാരണ പറയാറുണ്ട് ബ്രഷിങ് അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ കാണാതെ പൊടിയെല്ലാം അടിച്ച് കാർപ്പറ്റിന്റെ അടിയിലോട്ടം കയറ്റിയാൽ മതി, ആരും കാണുന്നില്ലല്ലോ. പുറമേ നോക്കുമ്പോൾ എല്ലാം ക്ലീനാ. മനുഷ്യർ പറയുന്ന, ഇതാര് പറഞ്ഞതാ? യേശു കർത്താവ് പറഞ്ഞ. യേശു കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ വാക്കാണത്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും. നോക്കുക, കൊലോസ്യ ലേഖനം 4:6 വായിച്ചേ. ആകട്ടെ, ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിലും ദൈവമക്കളെ ഒന്ന് മനസ്സിലാക്കണേ. ഈ വചനമാകുന്ന തീ നമ്മുടെ വാക്കുകൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് യേശു പറഞ്ഞപ്പോൾ, ഇത് ആ തീയാലൊന്ന് ശോധന ചെയ്യുമ്പോൾ എന്നോ ബാക്കി കിട്ടും. നമുക്ക് ഇന്നത് ശ്രദ്ധിക്കാൻ കഴിയും, ഇന്ന് നമുക്കത് തീരുമാനിക്കാൻ കഴിയും, ഇല്ലേ? ഇന്ന് തീരുമാനിക്കാൻ കഴിയും. അതാ ഏറ്റവും സന്തോഷകരമാകുന്ന വസ്തുത. നാളെയല്ല, ഇന്ന്. കഴിഞ്ഞത് പോട്ടെ, ഇന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയും എൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വിധേയമാക്കുവാൻ. എൻ്റെ നാവ്, എൻ്റെ കണ്ണ്, കാല്, എൻ്റെ ദേഹം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കാൻ എനിക്ക് കഴിയും. നിങ്ങളുടെ ശരീരങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്നും, എന്ത് കാണണമെന്നും, എന്ത് വായിക്കണമെന്നും, എന്ത് ചിന്തിക്കണമെന്നും, എന്ത് സംസാരിക്കണമെന്നും ദൈവാത്മാവ് തീരുമാനിക്കട്ടെ. ബലം പ്രയോഗിച്ച് ദൈവാത്മാവ് ചെയ്യുകയില്ല. ശ്രദ്ധിക്കുക, ബലം പ്രയോഗിച്ച് ചെയ്യുകയില്ല. അത് ഭൂതാത്മാവേ ചെയ്യത്തുള്ളൂ. ഭൂതം കയറുമ്പോഴാണ് കൺട്രോൾ ഇല്ലാതെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയ പറഞ്ഞതുപോലെ തിരുവിഷ്ടം പോലെ അടിയന് ഭവിക്കട്ടെ എന്ന് പറയുന്നവരിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ ആരെയും ബലം പ്രയോഗിച്ച് ദൈവാത്മാവ് പ്രവർത്തിക്കുകയില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ആകട്ടെ, നമ്മുടെ വാക്കുകൾ അത് ന്യായവിധി ദിവസത്തിങ്കൽ തെളിയിക്കപ്പെടും. ഈ വചനമാകുന്ന തീ അതിനെ കയറി പിടിക്കുമ്പോൾ നമുക്കെന്ത് ബാക്കി കിട്ടും? 1 പത്രോസ് 4-ാം 11-ാം വാക്യം. 1 പത്രോസ് 4-ാം 11-ാം വാക്യം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, കുറഞ്ഞ പക്ഷം എന്നെ പോലെ നിങ്ങളാരും പ്രസംഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കുള്ള ഒരു വാക്യ. പക്ഷെ പ്രസംഗിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? അപ്പോൾ ആ ഗൗരവത്തിൽ കുറഞ്ഞ, ആ സീരിയസ്നെസ്സിൽ കുറഞ്ഞ നിലയിൽ എനിക്ക് തോന്നിയതുപോലെ, എൻ്റെ കാതിന് ഇമ്പമാകുന്നത് പോലെ, അല്ലെങ്കിൽ എനിക്ക് സൗകര്യം പോലെ, എന്നെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ പറയാൻ എനിക്ക് അധികാരമില്ല. പ്രസംഗിക്കുന്നുവെങ്കിൽ എങ്ങനെ ചെയ്യണം? ദൈവത്തിൻ്റെ അരുളപ്പാട്. അപ്പോൾ ഈ തീ പ്രസംഗകരാകുന്ന ഞങ്ങളെ കയറി പിടിക്കുമ്പോൾ എന്നോ ബാക്കി കിട്ടും. എനിക്കതിൽ നിന്ന് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മറ്റൊന്നും പറയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ദൈവകൃപയിൽ ശരണപ്പെട്ട്
ദൈവവചനം മാത്രം, ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും അറിയിച്ചു തരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എങ്ങനെ പ്രസംഗിക്കണം? As though he is speaking the very oracles, the very revelations of God. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നത് പോലെ അവൻ എന്ത് ചെയ്യട്ടെ? പ്രസംഗിക്കട്ടെ. ഈ തീ വന്ന് പിടിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് വളരെ കൺസേണാണ്. അതുകൊണ്ടാണ് എനിക്ക് പോപ്പുലർ ആകാൻ ഇഷ്ടമില്ല. എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാനേ താല്പര്യമുള്ളൂ. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 എന്ന തീ നമ്മളെ കയറി പിടിക്കുമ്പോൾ എങ്ങനെയിരിക്കും? ഒന്ന് വായിച്ചേ. പ്രബോധിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ, സഭായോഗം എന്ന് പറഞ്ഞാൽ എന്ന് നടക്കുന്ന യോഗമാണ്? എന്ന് നടക്കുന്ന യോഗമാണ് സഭായോഗം? എന്തുവാ? കേട്ടില്ല. സഭ എപ്പോഴൊക്കെ യോഗം കൂടുമോ അതെല്ലാം എന്താണ്? ഇപ്പൊ വ്യാഴാഴ്ച വൈകിട്ട് സഭായോഗമാണോ? അല്ല. അല്ലേ, കുഴപ്പമില്ല. തിങ്കളാഴ്ച വൈകിട്ടത്തേത് സഭായോഗമാണോ? ബൈബിൾ ക്ലാസ് ആണോ? അല്ലയോ? അല്ലേ, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. സഭ കൂടി വരുന്നത് എന്താ? സഭായോഗം. ആദിമ നൂറ്റാണ്ടിൽ ദിവസം തോറും അവർ കൂടി വന്നെന്തോ ചെയ്തു? അപ്പം നുറുക്കുന്ന വായിക്കുന്നേ. പ്രിയമുള്ളവരെ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങളെ അറിയാം. നമ്മുടെ സർവൈവലിന് വേണ്ടി 8 അല്ല 16 മണിക്കൂർ സർവൈവലിന് വേണ്ടി, എങ്ങനെയെങ്കിലും അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി 16 മണിക്കൂർ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയും ദൈവത്തിനറിയാം, ഇല്ലേ? പക്ഷേ സർവൈവലാണോ അത്യാർത്തിയാണോ എന്നുള്ളതും ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇത് രണ്ടും ദൈവത്തിനറിയാം. അതുകൊണ്ട് ഞാൻ അതിൽ ജഡ്ജ്മെന്റ് ഒന്നും പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യു നോ ഇറ്റ് ആൻഡ് ഗോഡ് നോസ്. ദൈവത്തിനും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ ഈ തീ നമ്മെ അങ്ങോട്ട് കയറി പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ഉത്തരമായി, എന്ത് എക്സ്ക്യൂസാ പറയാനുള്ളേ? എന്ത് എക്സ്ക്യൂസ് പറയാൻ കാണും? ശ്രദ്ധിക്കണേ. എന്ത് ഒഴികഴിവ് നമുക്കപ്പോൾ പറയാൻ കഴിയും? മനുഷ്യരോട് പല ഒഴികഴിവ് പറയാൻ കഴിയും. പക്ഷെ ദൈവസന്നിധാനത്തിൽ പറയാൻ കഴിയുമോ എന്ന് നാം നമ്മളെ തന്നെ ശോധന ചെയ്യാം. അടുത്തത് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. കൊലോസ്യ ലേഖനം ഈ തീ നമ്മുടെ പ്രാർത്ഥനയെ മുഴുവൻ കയറി അങ്ങ് പിടിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ബാധിക്കുന്ന ചില സാമ്പിൾസ് മാത്രമാണ് ഞാൻ പറയുന്നത്, വിശദമാകുന്ന ലിസ്റ്റ് അല്ല. ഈ തീ നമ്മെ കയറി പിടിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിൽ നിലനിൽക്കുന്നത് എന്താ? ഞാൻ അല്പം വിശദമാക്കാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെ, എല്ലാറ്റിലും സ്തോത്രത്താലും പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട്, നത്തിങ് റോങ് ഇൻ ദാറ്റ്.
പക്ഷെങ്കിൽ അത്രേമേ പാടുള്ളൂ. വ്യത്യാസം മനസ്സിലാക്കണേ. നമ്മുടെ ആവശ്യങ്ങളെ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ, ലോർഡ് ദിസ് ഈസ് മൈ നീഡ്, യു നോ. അവിടെ അങ്ങേക്കറിയാമല്ലോ. തിരുവചനം പറയുന്നത് സ്തോത്രത്തോടെ അറിയിക്കാനാണ്. ഞാൻ എൻ്റെ ആവശ്യങ്ങളെ അങ്ങയോട് പറയുന്നു. ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. എന്നാൽ പ്രാർത്ഥന എന്തിനാ ദൈവം വെച്ചേക്കുന്നത്? അല്പം ഒന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുതുനിയമത്തിലെ അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളെ പഴയ നിയമത്തിൽ കൊണ്ട് കെട്ടാറുണ്ട്, തിരിച്ച് വിട്ടുപോകുന്നവയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്തിനേറെ, എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും അതുകൊണ്ട് കെട്ടുന്നത് എവിടാന്നറിയാമോ? പഴയ നിയമത്തിലാണ്. എന്നാൽ അങ്ങനല്ല കെട്ടേണ്ടി. ആ പ്രാർത്ഥന തുടങ്ങുന്നത് 14-ാം വാക്യം തൊട്ടാണ്. 14-ാം വാക്യം തൊട്ട് ആ പ്രാർത്ഥനയുണ്ട്. ഒന്ന് വായിക്കാം, ഒന്ന് വായിച്ചേ. ആ ആ ആ യെസ്. ആ നോക്കുക, അവിടുത്തെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. അടുത്തത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അടുത്തത്, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരാകണം. അടുത്തത്, നോക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുക, എന്നാൽ നാം ചോദിക്കുന്നതിലും. അപ്പൊ പുതിയ നിയമത്തിൽ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാ? ബേസിക്കലി ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. ശ്രദ്ധിക്കണേ, മറ്റേത് ഈ പാക്കേജിൽ ഉള്ളതാ. ഏത്? മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഉണ്മാനും ഉടുപ്പാനും നമ്മുടെ ജീവസന്ധാരണത്തിന് ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ളതെല്ലാം എന്ത് ചെയ്യാമെന്നത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രത്തോടെ അത് ദൈവസന്നിധാനത്തിൽ അറിയിച്ചോ? ഒരു കുഴപ്പമില്ല. നമ്മുടെ അപ്പച്ചനല്ലേ, നമ്മുടെ പൊന്നു പിതാവല്ലേ, അവിടുത്തോടെ എന്ന് എന്താ പറയാൻ നമുക്ക് കഴിയാത്തത്? പറഞ്ഞോ. പക്ഷെ പ്രാർത്ഥന എന്നുള്ളത് അതിനു വേണ്ടിയിട്ടല്ല. ഇതാ ഞാൻ പറഞ്ഞത്, പഴയ നിയമവും പുതിയ നിയമവും വലിയ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ, എന്നോട് എതിർക്കുന്നവരുടെ വലങ്കൈ എന്ത് ചെയ്യണം? ഓടിച്ചു കളയണമേ, അവനെ മുടിച്ചു കളയണമേ, അവന്റെ സ്ഥാനം വേറൊരുത്തൻ ഏൽക്കട്ടെ. ഇതാരാ പ്രാർത്ഥിച്ചത്? പരിശുദ്ധാത്മാവ് മുകളിൽ വന്ന ദാവീദ് പ്രാർത്ഥിച്ചു. എന്നാ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന പൗലോസ് പ്രാർത്ഥിച്ചു. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാ മനസ്സിലാകാത്തതുകൊണ്ടാണോ അതോ മനസ്സിലായത് കൊണ്ടാണോ? വ്യത്യാസം കണ്ടോ? ഇതാ വ്യത്യാസം. എന്നിട്ട് പറയുക, എന്നാൽ നാം ചോദിക്കുന്നതിലും. അപ്പോൾ ഈ വേദഭാഗം എൻ്റെ പ്രാർത്ഥനയെ കയറി അങ്ങോട്ട് പിടിക്കുമ്പോൾ എത്ര നിമിഷങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടിയും ആത്മീക വർധനവിന് വേണ്ടിയും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും ഞാൻ കണ്ണുനീരൊഴുക്കി എന്നുള്ളത് ആ ദിവസം തീ കൊണ്ട് വെളിപ്പെടും. യേശു കർത്താവ് ഇതിന്റെ പ്രാധാന്യത്തെ ഉറപ്പിക്കാൻ ഒരു കാര്യം പറഞ്ഞു. ലൂക്കാസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഇനിയും ദൈവമോ അനീതിയുള്ള ഒരു ന്യായാധിപനെ കുറിച്ച് പറഞ്ഞു. എന്താ? ഒരു വിധവ എന്ന് അനീതിയുള്ള ന്യായാധിപനോട് പറഞ്ഞു,
എനിക്ക് അനീതി പറ്റി, ഇന്നാൾ എൻ്റെ ജീവിതത്തിൽ അനീതി ചെയ്യുക, കരുണ തോന്നി രക്ഷിക്കണം. അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞു, കുറെ നേരം അനീതി ഉണ്ടായിരുന്നിട്ടും കുറച്ച് സമയം അസഹ്യപ്പെടുത്തിയപ്പം അവൻ പറഞ്ഞു ഇത് ചെയ്തു കൊടുത്തേ പറ്റൂ. എന്നിട്ട് അനീതിയുള്ള ന്യായാധിപനോട് ദൈവത്തെ താരതമ്യം ചെയ്യുകയല്ല, നേരെ മറിച്ച് കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. എന്താ കോൺട്രാസ്റ്റ്? അനീതിയുള്ള ന്യായാധിപൻ അങ്ങനെ ചെയ്തെങ്കിൽ നീതിയുള്ള കരുണയുള്ള പിതാവ് എന്ത് ചെയ്യുമെന്ന് പറയുക. എന്താ ചെയ്യുന്നത്? രാപകൽ തന്നോട് നിലവിളിക്കുക. എന്താ നിലവിളി? ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ തരാം. ദൈവം ഇസ്രായേൽ മക്കൾക്ക് ദേശം വാഗ്ദാനം ചെയ്തു. യോശുവ അവർക്ക് ആ ദേശം വിഭാഗിച്ചു കൊടുത്തു. പക്ഷെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അനിഷ്ടമായത് ചെയ്തപ്പോൾ അവിടെയുള്ള ദേശക്കാരെന്ത് ചെയ്തു? അവരുടെ മേൽ വാഴാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, അവർ ആ ജാതികളെ അടക്കി വാഴേണ്ടതിന് പകരം ദൈവകൃപ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ ജാതി അവരെ എന്ത് ചെയ്യാൻ തുടങ്ങി? വാഴാൻ തുടങ്ങി. ഉടനെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? യഹോവയോട് നിലവിളിച്ചു. എന്താ നിലവിളിച്ചത്? അയ്യോ യഹോവേ, മനസ്സലിയണമേ, അടിയങ്ങൾ പാപം ചെയ്തു പോയി, അവിടുന്ന് വാഗ്ദാനം ചെയ്ത വാഴ്ച ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അടിയങ്ങൾ ഇവരെ വാഴേണ്ടതായിരുന്നു, എന്നാൽ ഇവര് ഞങ്ങളെ ഇപ്പൊ വാഴുകയാ. ശ്രദ്ധിച്ചേ. അങ്ങനെ നിലവിളിച്ചപ്പോ ദൈവം എന്ത് ചെയ്തു? ഒരു ധാരണ അയച്ചു. അതുപോലെ തന്നെ, അത് നിഴല, പൊരുൾ തിരുവചനത്തിലുണ്ട്, പുതിയ നിയമത്തിൽ. അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? അതിന് നീക്കം വരേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ. അതാ വാഗ്ദത്തം, പുതിയ നിയമം. പക്ഷെ ഇപ്പൊ അതല്ല നടക്കുന്നത്. എന്റെ അശുദ്ധ വിചാരങ്ങൾ എന്നെ വാഴുകയാ. എന്റെ അശുദ്ധമാകുന്ന വാക്കുകൾ എന്നെ വാഴുകയാ. എന്റെ അശുദ്ധമാകുന്ന കൊടുക്ക വാങ്ങലുകൾ എന്നെ വാഴുകയാ. ആ വാഴ്ച അനുഭവിച്ചാൽ അതിന്റെ അവസാനം മരണമാണ്. മരണമാണോ അല്ലയോ? ആണെന്ന പുസ്തകം പഠിപ്പിക്കുന്നേ. ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, യെസ്, പക, പിണക്കം, വായിച്ചു, വെളിവാകുന്നു. അടുത്തത്, ഈ വക പ്രവർത്തിക്കുന്നവർ, അയ്യോ ശ്രദ്ധിച്ചേ, ഒരു സീരിയസ് വാർണിംഗ്, ഗൗരവമുള്ളതാകുന്ന മുന്നറിയിപ്പ്. നമ്മളെ തന്നെ ചോദന ചെയ്തു, ഇതിൽ എന്തൊക്കെ എന്നെ വാഴുന്നുണ്ട്? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ജോമോനെ. ദുർനടപ്പ് എന്നെ വാഴുന്നുവോ? നമ്മൾ ചോദിക്കണം. 2, അശുദ്ധി എന്നെ വാഴുന്നുവോ? എനിക്കറിയാം, നിങ്ങൾക്കാർക്കും അറിയത്തില്ല, അവരവർക്കറിയാം. അശുദ്ധി എന്നെ വാഴുന്നുവോ? അടുത്തത്, ദുഷ്കാമം, ഈവിൾ ഡിസയേഴ്സ്, അതെന്നെ വാഴുന്നുവോ? അടുത്തത്, വിഗ്രഹാരാധന എന്നെ വാഴുന്നു. വാഴേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്റെ ശരീരത്തെ ഞാൻ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? അത്യുന്നതിന്റെ ശക്തി എന്റെ മേൽ നിഴലിടാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ വാഴേണ്ട കാര്യമില്ലല്ലോ.
നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പണവും വിശ്വാസവും ഉണ്ടെങ്കിൽ വാഴേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇത് വായിച്ചു അടുത്തത്, ആഭിചാരം പക എന്നെ വാഴുന്നുവോ, പിണക്കം എന്മേൽ വാഴുന്നുവോ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, യെസ്, വെറിക്കൂത്ത് മുതലായവെന്ന വെളിവാകുന്നു. അയ്യോ, അവിടുന്ന് എന്നെ രക്ഷിച്ചു, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തു. പക്ഷെ ഈ ദുഷ്ടജാതികൾ എന്നെ വാഴുകയാണോ? രാപ്പകൽ നിലവിളിക്കുന്നുണ്ടോ? അങ്ങനെ രാപ്പകൽ നിലവിളിക്കുന്ന ഒരുവന് എന്ത് കിട്ടുമെന്ന് യേശു പറഞ്ഞേ? പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് സോ ട്രാൻസ്ഫോമിങ് അക്കോർഡിംഗ് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ഞാൻ എൻ്റെ വിരല് ആ സോക്കറ്റിലിട്ടാൽ, അത് ഓൺ ചെയ്താൽ, ആ ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള കോണ്ടാക്ട് വന്നാൽ എന്തോ സംഭവിക്കും? ഐ വിൽ ബി ട്രാൻസ്ഫോംഡ്. ഇല്ലേ? 5 നിമിഷം ഇട്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ ദൈവസന്നിധാനത്തിൽ ദൈവവുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ, ഇലക്ട്രിസിറ്റി പോലെയല്ല, എന്നെ കൊന്നുകളയുകയല്ല, ദൈവമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്നെ മാറ്റുന്ന അനുഭവത്തിലേക്ക് ഞാൻ വരുന്നില്ലാത്ത പ്രാർത്ഥനയാണ് എൻ്റെതെങ്കിൽ ആ ദിവസം തീ കൊണ്ട് വെളിവാക്കും, എനിക്ക് നഷ്ടം വരും. മനസ്സിലായോ? കൊലോസ്യ ലേഖനം 4:12 എപ്പഫ്രാസ് എന്ന് പറയുന്ന ആ ദൈവഭൃത്യൻ കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചതെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തികഞ്ഞവരും, യെസ്, നിൽക്കേണ്ടതിന് എപ്പോഴും പോരാടുന്നു. യേശു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞ പകൽ നിലവിളിക്കുക. എന്തിനു വേണ്ടിയാ നിലവിളിക്കുന്നേ? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകേണ്ടതിന്. ഓർക്കണേ, പഴയ നിയമത്തിലല്ല നമ്മൾ പുതിയ നിയമത്തിലാ. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. രാപ്പകൽ ദൈവത്തോട് നമുക്ക് നിലവിളിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മെ അലട്ടുന്ന ഒരു മാരക രോഗത്തെക്കാളും വേദനയോടെ പ്രാർത്ഥിക്കേണ്ടത് ഈ വിധ വിഷയങ്ങൾക്ക് വേണ്ടി. യേശു പറഞ്ഞു, സഹോദരനോട് മൂട എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും. ക്യാൻസർ വന്നാൽ ശരീരം മരിക്കത്തേ ഉള്ളൂ, സ്വർഗത്തിൽ പോകും ചിലപ്പം. ഇന്നെനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോകും. എന്നാൽ ജഡം എൻ്റെ മേൽ വാഴുകയാണെങ്കിൽ, യേശു പറഞ്ഞ തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പൊ ഏതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ? സ്തോത്രം. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എൻ്റെ പ്രിയരെ. ഇത് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? മറിയ പ്രാർത്ഥിച്ചതുപോലെ, ഹല്ലേലൂയ, യേശുവിൻ്റെ ശരീരം എൻ്റെ ശരീരത്തിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അടിയനിതാ തിരുവിഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണവും നിറവും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് കേവലം ചില വരങ്ങളിൽ അത് ഒതുക്കിയിരിക്കുക അല്ല. യേശുവിൻ്റെ ജഡശരീരം ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് മറിയയിൽ പരിശുദ്ധാത്മാവ് വന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുമ്പോൾ, യേശുവിനുള്ളതെടുത്ത് നമുക്ക് അറിയിച്ചു തരുമ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തുമെന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധാനത്തിൽ നമ്മളെ വാഴുന്ന ദുഷ്ടശക്തികളെ, ദുഷ്ടപാപങ്ങളെ, നമുക്ക് ഏറ്റവും വിനയാകുന്ന, നമുക്ക് നാശമാകുന്ന ആ വാഴ്ചകളിൽ നിന്ന് ദൈവമേ എന്നെ ഒന്ന് വിടുവിക്കണമേ.
എൻ്റെ കോപം, ക്രോധം, ജാരശങ്ക, ഹല്ലേലൂയ, ദുഷ്ടവിചാരങ്ങൾ, ദുഷ്കാമങ്ങൾ, തെറ്റായ അത്യാർത്ഥികൾ, ഇവയെല്ലാം എനിക്ക് നാശമാണ്. എന്നെ സഹായിക്കണമേ. ഞാൻ നിലവിളിക്കുന്നു കർത്താവേ. അനീതിയുള്ള ന്യായാധിപൻ അത് ചെയ്തെങ്കിൽ നമ്മുടെ പിതാവ് എത്രയധികം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഒരുക്കമാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ അഡിക്ഷൻസിൽ നിന്ന്, നമ്മുടെ അഡിക്ഷൻ, ഒരുപക്ഷെ മദ്യപാനം ആയിരിക്കുകയില്ല എല്ലാവരുടെയും അഡിക്ഷൻ. പല അഡിക്ഷൻസ് ഉണ്ട്, എന്നാൽ അതെല്ലാം ഒരുപോലെ പാപം. മദ്യപാനവും ജാരശങ്കയും കോപവും ദ്വന്ദ്വപക്ഷവും ഒരുപോലെയുള്ള കാറ്റഗറിയിലാണ്. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എനിക്ക് അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയയെ പോലെ എനിക്ക് അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിത്യതയിൽ നിലനിൽക്കുന്നത് ചിലത് എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ലജ്ജിതനായി തീരാതിരിക്കേണ്ടതിന്, നിത്യതയിൽ നിലനിൽക്കുന്നതാകുന്ന പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന്, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കേണ്ടതിന് അടിയനെ തന്നെ ഏൽപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി